ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊറോട്ടയുടേതാണ്. ഒരു കപ്പ് ചോറും ചൂടുവെള്ളവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ചൂടുവെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിന് അത് മൊത്തത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ടെടുത്ത് വരാം. അപ്പോൾ അതാ കണ്ടില്ല, ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിനു ഞാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്കില്ല ഇത് വേണമെങ്കിൽ മൈദപ്പൊടിയിലും ചെയ്തെടുക്കാം. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എങ്കിൽ ഞാൻ പിന്നെ ഗോതമ്പ് പൊടിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. മൈദയിലാകുമ്പോൾ ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ഉരുട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ചപ്പാത്തീൻ്റെ മാവ് 2ആയിട്ട് എടുക്കുന്നുണ്ട്. 2 വലിയ ഉരുളിയാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ചോറ് വെച്ച് കുഴച്ചതുകൊണ്ട് തന്നെ സാധാരണ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ഒട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ലോണം കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ നല്ല നേർങ്ങനെ പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ടെടുക്കലാന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ അറ്റങ്ങ് നമുക്ക് മുറിച്ചിട്ട് കളയാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ അതിൻ്റെ അറ്റം മുറിച്ചത് നമുക്ക് വീണ്ടും ചപ്പാത്തിയാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഓരോരോ ഉണ്ടിയും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ഉണ്ടിയും ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടിയാക്കി വെച്ചിട്ടുള്ളത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കലാണ്. നല്ല നൈസായിട്ട് തന്നെ പരത്താൻ വേണ്ടി നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ. ഞാൻ നേരവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ചൂടായ ഓടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു മറിച്ചിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കലാന്ന്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ വേണം ബട്ടർ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുറം ഇപ്പുറം തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കലാന്ന്. പിന്നെ ചപ്പാത്തി പൊന്തി വരുന്ന പോലെ അങ്ങനെ പൊങ്ങി വരുമൊന്നും ചെയ്യില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം ചിക്കൻ കറിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പൊറോട്ടേൻ്റെ എല്ലാം പോലെ തന്നെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.